ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് അവിടെ എഴുതുന്നത്. 100-ാം ദശകം എഴുതിയപ്പോൾ 99 ദശകത്തിൽ എഴുതിയിരിക്കുന്നത് മഹാവിഷ്ണുവിനെ വർണ്ണിച്ചാണ്. 100-ാം ദശകത്തിൽ ആയപ്പോൾ എന്ത് പറഞ്ഞു? കൃഷ്ണ കാരുണ്യ സിന്ധു എന്നൊരു പ്രയോഗമുണ്ട്. ഇതിൽപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. നാരായണൻ വായിക്കുന്ന നിങ്ങൾ ഒരുപാട് പേര് വെളിപ്പെടുന്ന എനിക്കറിയാം. എന്നെക്കാൾ കൂടുതൽ വായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. 99 ദശകത്തിലും മഹാവിഷ്ണുവിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്, അവതാരങ്ങളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഈ 100-ാം ദശകത്തിൽ മാത്രമാണ്. അതാണ് പൂന്താനം ഇമ്പാക്ട്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൂന്താനത്തിൻ്റെ ഭക്തി കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരത്തിൻ്റെ ഐഡന്റിറ്റി തന്നെ മാറി. അങ്ങനെ ചതുർബാഹുവായ മഹാവിഷ്ണുവായി വിചാരിച്ചിരുന്ന ആ ഗുരുവായൂരപ്പൻ പിന്നീട് അറിയപ്പെട്ടത് ആരായിട്ടാണ്? ഉണ്ണിക്കണ്ണനായിട്ടാണ്. നിങ്ങൾ പോകുമ്പോഴും ഉണ്ണിക്കണ്ണാന്ന് വിളിക്കുക, ഞാൻ പോകുമ്പോഴും ഉണ്ണിക്കണ്ണാന്ന് വിളിക്കുക. അവിടെ ഉണ്ണിക്കണ്ണനായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. അതാണ് പൂന്താനം എഴുതിയത്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇന്ന് നാളെയും എന്തെന്നറിയില്ല. ഗുരുവായൂരപ്പൻ്റെ കാര്യം പോലും ഇതാണ്. 500 വർഷം മുമ്പ് അദ്ദേഹം ചതുർബാഹുവായ മഹാവിഷ്ണുവായിരുന്നു. ഇപ്പോൾ കാണുന്നതായിട്ടാണ് ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. നമ്മൾ ആ ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ കണ്ട് മതിമറക്കും, നമ്മുടെ സങ്കടമെല്ലാം മറന്ന് സന്തോഷിക്കും. അതാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഐഡന്റിറ്റി മാറ്റിയ ഒരു വ്യക്തിയാണ് പൂന്താനം.